ഇതൊക്കെ അവനെ കൊണ്ട് കുടിപ്പിക്കുന്ന കാര്യ എന്ന് പറഞ്ഞ അസുഖം മാറണ്ടേ? കൊടുക്ക്. ആഹാ, അല്ല ഇതെവിടുന്ന് കിട്ടിയ വള? അമ്മ നോക്കട്ടെ. വേണ്ട, ഇത് ഞാൻ ആർക്കും തരില്ല. ഇത് ഏഞ്ചലിന്റെ വളയാ. ഏഞ്ചലോ? അതാരാ? അതൊക്കെ ഉണ്ട്. അതൊരു മാലാഖയാ. ശരി സിദ്ധേട്ടാ, ഈ മരുന്ന് കുടിച്ച്. എനിക്ക് വേണ്ട. എടാ കുടിക്കടാ. വേണ്ടമ്മ. ഞാൻ കൊടുത്തോളാം. ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. ഈ വളം മോനെ ആർക്കും കൊടുക്കണ്ട കേട്ടോ. കൊടുക്കൂലേ? ഇവനെ രക്ഷിച്ച മാലാക ഇവന് സമ്മാനമായി കൊടുത്തതാ. അതെ, ഏഞ്ചൽ മോനെ രക്ഷിച്ചതേ ഈ മരുന്ന് കുടിക്കാനാ. അതുകൊണ്ട് ഇതങ്ങ് കുടിച്ചേ. എനിക്ക് വേണ്ട. എനിക്കൊരു അസുഖമില്ലല്ലോ, പിന്നെ എന്തിനാ മരുന്ന് ഞാൻ കുടിക്കണേ? കൈയും കാലും ഒക്കെ മുറിഞ്ഞില്ലേ? അതൊക്കെ ഉണങ്ങാനുള്ള മരുന്നാ. മോൻ അച്ഛന്റെ പൊന്നും കുട്ടനല്ലേ, ഗുഡ് ബോയ് അല്ലേ? കുടിക്ക് കുടിക്ക്. അയ്യോ സിദ്ധുട്ടാ, എന്തായി കാണിച്ചേ? അച്ഛന്റെ ഷർട്ടൊക്കെ മോൻ വൃത്തികേടാക്കിയില്ലേ? ജാനകി, നീ എന്റെ മോനെ വഴക്ക് പറയണ്ട, ഞാൻ കുടിപ്പിച്ചോളാം. മോനെ ഏഞ്ചലിനെ കാണണ്ടേ? നമുക്ക് ഏഞ്ചലിനെയും കൂട്ടിക്കൊണ്ട് ആനയും പുലിയൊക്കെ കാണാം. അവിടെ ആനയും പുലിയൊക്കെ ഉണ്ട്. ആ, എന്നാ എനിക്ക് മങ്കിനെയും കാണണം. ആ, പോണോങ്കി ഈ മരുന്ന് കുടിക്കണം. കുടിക്കില്ല, എനിക്ക് വേണ്ട. കുടിച്ചേ പറ്റൂ. കുടിച്ചേ പറ്റൂല. ആണോ? എങ്കിലേ ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ട് മോൻ ചെയ്തതുപോലെ മോന്റെ ഷട്ടിലൊക്കെ തുപ്പട്ടെ. വേണ്ട. എന്നാ മര്യാദയ്ക്ക് അച്ഛൻ പറയുന്ന പോലെ അനുസരിക്കേ. ജാനകി, മരുന്നെടുത്തോണ്ടോ? അച്ഛ, മരുന്ന് കഴിച്ചാലേ ഞാൻ പോയി ടിവിയില് ടോം ആൻഡ് ജെറി കണ്ടോട്ടെ. പിന്നെന്താ, പക്ഷെ മരുന്ന് കുടിക്കണം. പക്ഷെ ടോം ആൻഡ് ജെറി കാണണം. കുടിക്കടാ. അങ്ങനെ ഗുഡ് ബോയ്. ഞാൻ മരുന്ന് കുടിച്ചില്ലേ? ഞാൻ പോയി ടി വി കണ്ടോട്ടെ. പിന്നെന്താ. ഷട്ടിലൊക്കെ മരുന്നായല്ലോ ഏട്ടാ. കുഴപ്പമില്ല, ഇത് ഞാൻ തന്നെ കഴുകിയിട്ടോളാം. എന്തുപറ്റി? ഇതങ്ങനെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണ്ണു നിറയുന്നേ? ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ടോ ഈ കണ്ണീര്? ഷർട്ടിങ് എടുക്ക, ഞാൻ കഴുകിക്കോളാം. അതവിടെ നിക്കട്ടെ. ആദ്യം എന്തിനാ കണ്ണു നിറഞ്ഞെന്ന് പറഞ്ഞേ? ഞാൻ എന്താ മഹിയേട്ടനോട് പറയണ്ടേ? മഹിയേട്ടൻ ഇങ്ങനെ സിദ്ധുവിനെ നോക്കുന്നത് കാണുമ്പോ. എന്താ നോക്കുന്നതിന് കുഴപ്പം? അവനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. എത്ര സ്മാർട്ടായി കമ്പനി കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരുന്നതാ എന്റെ മോൻ. അതെ, എന്റെ മോൻ. ഒരിക്കൽ പോലും മഹിയേട്ടൻ നിന്റെ മോനെ എന്നോട് പറഞ്ഞിട്ടില്ല. മഹിയേട്ടന്റെ മകനായിട്ട് മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അവൻ മഹിയേട്ടന്റെ മകനല്ല എന്നുള്ള സത്യം മഹിയേട്ടന്റെ മനസ്സിലേ ഇല്ല. സ്വന്തം മകനായ ഋഷിയെക്കാളും സിദ്ധുവിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോ അറിയാതെ എന്റെ മനസ്സ് വിങ്ങിപ്പോവും. മനുഷ്യനല്ലേ, ഹൃദയത്തിൽ അളവിൽ കൂടുതൽ സന്തോഷം ഉണ്ടായാലും ആ സന്തോഷം ഇങ്ങനെ കണ്ണിക്കൂടി ഒഴുകി ഇറങ്ങും. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ഇനി മേലാൽ ആവർത്തിക്കരുത്. സിദ്ധുവിന്റെ മൂത്ത മോന മറ്റാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാ. അഞ്ജു, അഞ്ജു, ഇവളിതെവിടെ പോയി കിടക്ക? അഞ്ജിതേ, അഞ്ജിതേ,
നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള സമയത്ത് ഇതും ചെവിയെ കുത്തി ഇരിക്കരുതെന്ന്. എത്ര വിളിച്ചെന്ന് അറിയോ നിനക്ക്? എന്താ കാര്യം? എനിക്ക് പഠിക്കാനുണ്ട്. വന്നപ്പോ ഞാൻ കണ്ടു നീ എന്താ പഠിക്കുന്നേന്ന്. ഹിന്ദി സിനിമാ പാട്ടാണോ നിന്റെ പഠിത്തം? മര്യാദയ്ക്ക് താഴേക്ക് വാ, എല്ലാവരും ഇവിടെ ഊണ് കഴിക്കാൻ വന്നു. അതെ, നിനക്ക് മാത്രം വിളമ്പി തരാൻ ഇവിടെ ജോലിക്കാരിയും വെപ്പുകാരിയൊന്നും ഇല്ല. വാ വേഗം. അമ്മ പൊക്കോ, ഒരു 2 മിനിറ്റ്, ഞാൻ അങ്ങ് വന്നേക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങള്. ഞാൻ എന്റെ മോക്ക് ഇഷ്ടമുള്ളതേ ഉണ്ടാക്കും. സൗകര്യമുള്ളവര് കഴിച്ചാ മതി. ഓ, ആരും വരെയും വേണ്ട, ആരെയും വിളിക്കുകയും വേണ്ട. ഭക്ഷണം കണ്ട കമിഴ്ന്നങ്ങ് വീണോണം. ഭക്ഷണം പിന്നെ തിന്നാനല്ലാതെ കാണാനാണോ വെച്ചിരിക്കുന്നേ? മോളെ ദേവികേ, അമ്മായിക്ക് ഇത്തിരി ചോറ് വിളമ്പിയേ. മഞ്ജു ചേച്ചി എപ്പോ വന്നു? ഞാൻ 12 മണിയായി. അവള് പിന്നെ ഉണ്ണാനുള്ള സമയത്തല്ലേ വരൂ. നേരത്തെ വന്ന അടുക്കളയിൽ കയറേണ്ടി വന്നാലോ? എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നേ? എന്റെ അമ്മ ഹോസ്പിറ്റൽ ആയതുകൊണ്ടല്ലേ ഞാൻ വീട് വരെ പോയത്. അനീഷേട്ട വന്നില്ലേ മഞ്ജു ചേച്ചി? ഉച്ചയ്ക്ക് ഉണ്ണാൻ എത്തൂന്നാ പറഞ്ഞത്. ഇന്ന് ഫാക്ടറിയിൽ ശമ്പള ദിവസമല്ലേ? ഇന്ന് നേരെ ഇരട്ടി എല്ലാരും കിടന്നു കഴിഞ്ഞാലേ അവൻ വരൂ. എട്ടുള്ളപ്പോ വന്നാ എനിക്കെങ്ങനെ കാശ് തരേണ്ടി വന്നാലോ? അനീഷേട്ട എത്തിയെന്നാ തോന്നുന്നേ. നിങ്ങളൊക്കെ ഇരുന്നോ? ഇരിക്കും കഴിക്കും. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. അനീഷേട്ടാ, ഇന്ന് ശമ്പള ദിവസം ആയണ്ടല്ലേ നേരത്തെ വീട്ടിലോട്ട് വന്നത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആർക്ക് കിട്ടും? ഞാൻ ശരിക്കും ഭാഗ്യവതിയാ. എനിക്ക് ഉടനെ പോണം. ഞാനിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നതാ. പിന്നെ ഉള്ള പൈസ മൊത്തം നിന്നെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. സത്യാണോ? അതേന്ന്. പിടുത്തവും കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവനും ഉണ്ട്. അയ്യോ, ഇതാണോ മുഴുവൻ? ഇതിലൊരു 2000 രൂപയുടെ കുറവുണ്ടല്ലോ. അത് ഞാൻ കമ്പനിയിൽ ഒരാൾക്ക് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുത്തതാ. അപ്പൊ ഇതോ? നീ എന്താ എന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇതെനിക്ക് വേണം. പറഞ്ഞില്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണെന്ന്. എന്റെ അനീഷേട്ടാ, ഞാൻ ആ ദേവികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോ അവളുടെ സ്കൂളിൽ പോയിട്ട് ഞാൻ ഈ കാശ് വാങ്ങിയത്. ഇത് ഉടനെ തിരിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ദേവിക ആരോട് കടം വാങ്ങി തന്നതാ. എനിക്കത് കൊടുത്തേ പറ്റൂ. അതെ, കൊടുക്കാന്നേ. ഞാൻ കൊടുത്തോളാന്നേ. ഞാൻ കൊടുത്തോളാം കേട്ടോ. വരൂ. എങ്ങനെയുണ്ട് പ്ലോട്ട്? ഫാന്റാസ്റ്റിക്. ഇത്രത്തോളം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. റിയലി നൈസ്. ആകെയുള്ള പ്രോബ്ലം അവിടേക്കുള്ള വഴിയാ. ഫസ്റ്റ് റൈഡിൽ തന്നെ ഞാൻ ആകെ വണ്ടറടിച്ചു. ഈ മലമുകളിൽ റോഡുകളിലൊക്കെ സ്ഥിതി അത് തന്നെ. പിന്നെ എനിക്കിവിടെ വേറെയും പ്ലോട്ടുകളുണ്ട്. പുതിയ റോഡ് നമുക്ക് കമ്പൈനായിട്ട് ചെയ്യാം. അപ്പോൾ പെർ ഹെഡ് എക്സ്പെൻസ് കുറയും. അപ്പോൾ ഓക്കെ. ആദ്യം എനിക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കാണണം. ഗോപിക, പ്ലീസ് കം. ഋഷിക്ക് പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഫോർമാലിറ്റി കീപ്പ് ചെയ്ത് വേണം ഡോക്യുമെന്റ്സ് കൈമാറാൻ. സർ, പ്ലീസ് കം വിത്ത് മീ. ഓക്കെ സർ, വരൂ. ഇരിക്കൂ സർ. സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാത്തിന്റെയും കോപ്പി എടുത്ത് ഒറ്റ ഫയലിലാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ആദ്യം ഒരു 10,000 രൂപ അടക്കണം കേട്ടോ. റെസീറ്റ് ഞാൻ മെയിൽ ചെയ്തേക്കാം. ഓക്കെ. അട്ട കടിച്ചതിന്റെ വല്ല പാടുകളോ മറ്റു അടയാളങ്ങളോ ഉണ്ടോ? അട്ട കടിച്ച മുറിവൊക്കെ ഉണങ്ങിയോ? ബോഡിയിലെ മുറിവൊക്കെ ഉണങ്ങി. പക്ഷേ ഞാൻ അത് അല്ല, ഒന്നുമില്ല. അല്ല, എന്താ പറഞ്ഞോളൂ. ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. വരുന്ന ഭരണിക്കല്ലേ ഉത്സവം തുടങ്ങുന്നത്. ഈ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കാണും. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ എല്ലാറ്റിനും മുന്നിൽ അവനായിരുന്നു. ഉത്സവം തുടങ്ങിയ പിന്നെ പാതിരാത്രിയാവും വീട്ടിലെത്താൻ. ഊണും ഉറക്കവും എല്ലാം അമ്പലത്തിൽ തന്നെ. എല്ലാം ഒരോർമ്മ മാത്രമായി. ശരിയാ, ഉത്സവം കേട്ടാൽ തന്നെ എനിക്ക് അച്ഛൻ്റെ ഓർമ്മയാ. തൊഴാൻ വന്നാൽ പോലും അച്ഛൻ കണ്ട ഭാവം നടിക്കാറില്ല. ഓരോ കാര്യത്തിനും ഇങ്ങനെ ഓടി നടക്കും. മോഹന്റെ മോള്, എന്റെ പേര് പോലും ആർക്കും അറിയില്ല. മോഹന്റെ മോളെ എല്ലാവർക്കും. ഇപ്പോ ആ വിളി പോലും മറന്നു. അവസാന കാലത്ത് എല്ലാത്തിനും ഒരു തിടുക്കമായിരുന്നു. എല്ലാം ചെയ്തു തീർത്തിട്ട് മടങ്ങാനായിരുന്നിരിക്കും. എന്നിട്ടോ വീട് പണി പോലും തീർത്ത് കാണാൻ അവന് പറ്റിയില്ല. എന്നെക്കുറിച്ചും നിന്നെ കെട്ടിക്കുന്നതിനെക്കുറിച്ചും വല്ലാത്തൊരു ആധിക്യവനുണ്ടായിരുന്നു. കൊല്ലം 4 കഴിഞ്ഞു. ഞാൻ പോലും നിന്റെ കാര്യത്തിൽ, കല്യാണക്കാര്യത്തിലല്ല, ഒരു കാര്യത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ ഗൾഫിൽ പോയിട്ട് കൊല്ലം 3 അവിടെ നീയും പെടാപ്പാടുപെടുന്നു. സ്വർണ്ണമ്മയുടെ കടം നിർത്താനുടൻ അവിടുത്തെ ജോലി മതിയാക്കി ശ്രീകലയോട് ഇങ്ങോട്ട് വരാൻ പറയണം. അവൾ വന്നാലേ നിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടൂ. എൻ്റെ കുഞ്ഞിന് നല്ല ഭക്ഷണമോ ഒരു നല്ല സാരിയോ ഒന്നും വാങ്ങിത്തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഈ പ്രായത്തിൽ നീ എങ്ങനെ ഒരുങ്ങി നടക്കേണ്ടവളാ? ഒക്കെ മുത്തശ്ശന്റെ വെറും തോന്നല. എനിക്ക് വേണ്ടതിലധികം ഡ്രസ്സുണ്ട്. പിന്നെ മുത്തശ്ശൻ പറയും പോലെ പൊന്നും കൂടെ തന്നെ എന്തിനാ പൊട്ട്, ഞാനിപ്പോ എന്താ സുന്ദരിയല്ലേ. അത് പിന്നെ അങ്ങനെയല്ലേ ഒരു ഞാനിപ്പോ തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ, ഏഞ്ചലെ കാണണേ, ഏഞ്ചല് വരണേ ദേവീന്ന്. അപ്പൊ ദേ ഏഞ്ചൽ എന്റെ അടുത്ത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതാ. പിന്നല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതാ. കുട്ടം വിളിച്ച ഏഞ്ചലിന് വരാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശ, ഇതാ ഞാനെന്ന് പറഞ്ഞ കുട്ടൻ. അന്നിവിടെ തൊഴുതിട്ട് എളുപ്പത്തിൽ കാട്ടുവഴി കൂടെ പോയപ്പോ കൊക്കയിലേക്ക് വീഴാൻ പോയ ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഈ കുട്ടിയെ. കുട്ടിയല്ല, കുട്ടനാ. സോറി. കുട്ടൻ ഒറ്റയ്ക്കാണോ വന്നേ? അവരൊക്കെ അപ്പുറത്തുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് വരാവേ. അയ്യോ വേണ്ട വേണ്ട. എന്താ കുട്ടിക്ക് കണ്ടിട്ടെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ മുത്തശ്ശ, കഷ്ടം തന്നെയാ. അവളെ ചേച്ചി അനിയത്തെയും കൂടി വീട് മുഴുവൻ ചെടി വാങ്ങി നിരത്തി വെച്ചിരിക്കാം, മനുഷ്യനെ മെനക്കെടുത്താനായിട്ടും. ഇനി വീടിനകത്തൂടി മാത്രമേ സ്ഥലമുള്ളൂ. അമ്മേ, ഇതേ വരുന്നുണ്ട്. ഇങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ടോ അമ്മ, അവളുടെ സന്തോഷം കണ്ടില്ലേ? ആ ലാപ്ടോപ്പ് നശിപ്പിച്ചതിന്റെ സന്തോഷം.
അവളെ വെറുതെ വിടരുതമ്മേ. അവളെ കൊണ്ട് തന്നെ പുതിയ ലാപ്ടോപ്പ് വാങ്ങിപ്പിക്കണം. ഗോപിക അവിടെ ഒന്ന് നിന്നേ. എന്താ? നീ എന്തിനാ അഞ്ജിതയുടെ ലാപ്ടോപ്പ് വെള്ളത്തിലിട്ട് നശിപ്പിച്ചത്? ചെയ്യാത്ത കാര്യം പറഞ്ഞ് എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല എന്ന് വേണ്ട. അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? നീ കാശ് കൊടുത്ത് വാങ്ങിയ ലാപ്ടോപ്പ് ദേവിക ഇടപെട്ട് ഇവക്ക് കൊടുത്തതിന്റെ ചുരുക്ക് നീ ലാപ്ടോപ്പ് നശിപ്പിച്ചോണ്ടങ്ങ് തീർത്തു അല്ലേ? കാര്യം നീ വാങ്ങിയ ലാപ്ടോപ്പ് ഒക്കെ തന്നെയാ. പക്ഷെ ആരുടെ മുതലായാലും അത് മഴവെള്ളത്തിലിട്ട് നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ അത് അഹങ്കാരമല്ലേ? അഹങ്കാരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. സ്വന്തം കാശ് കൊടുത്ത് വാങ്ങാത്ത സാധനത്തിന് അല്ലെങ്കിലും ഒരു വില ഉണ്ടാവത്തില്ലല്ലോ. നീ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ടേ കൊറേ തത്വം പറയല്ലേ? ഒരൊറ്റ എണ്ണം വെച്ച് തന്നോണ്ടല്ലോ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ട് അത് എന്റെ തലയിൽ കൊണ്ടിരുന്നോ? എന്താ ഇവിടെ പ്രശ്നം? ഗോപിക ലാപ്ടോപ്പ് മഴയത്തിട്ട് നശിപ്പിച്ചു. ചോദിച്ചിട്ട് സമ്മതിക്കൊന്നുമില്ല. എന്താ ആന്റി പറയുന്നത്? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്ത് ചെയ്താലും അനിയത്തിയെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം മാറ്റണം. അതിനേക്കാൾ നിന്റെ സ്വഭാവം മാറ്റുന്നല്ലേ നല്ലത്. നിന്റെ മോളായിരിക്കും കള്ളം പറയുന്നത്. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. മഴ പെയ്തപ്പോ ഡ്രസ്സും എടുത്തോണ്ട് ഇവള് വരുന്നത് അഞ്ജിത കണ്ടതാ. ഞാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയപ്പോ എന്റെ ലാപ്ടോപ്പ് അവിടെ ഇരുന്ന് മഴ നനയുന്നത് ഞാൻ കണ്ടത്. അഞ്ജിതേ, നീ വെറുതെ കള്ളം പറയരുത്. മഴ പെയ്ത് കഴിഞ്ഞ് ടെറസിലേക്ക് പോയപ്പോ ലാപ്ടോപ്പ് മഴയത്ത് വെള്ളം വീണ് നനഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടതാ. എന്നിട്ട് ഞാനല്ലേ നിന്നെ വിളിച്ചത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്. അഞ്ജിതേ, അനീഷ് പറഞ്ഞ സത്യമാണോ? അത് മുത്തശ്ശ. മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട. അഞ്ജിതേ, നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. അല്ലാതെ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. അതെ, നീ ലാപ്ടോപ്പ് മഴയത്ത് കൊണ്ടുവച്ച് മറന്നിട്ട് അത് ഗോപികയുടെ തലയെ കെട്ടി വെച്ച എന്തിനാ? നീ എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഗോപിക തന്നെ അത് നശിപ്പിച്ചതാണെന്ന്. ഇപ്പോഴല്ലേ സത്യം അറിയുന്നത്. അമ്മേ, എന്തായാലും ലാപ്ടോപ്പ് മഴയത്തിരുന്ന് കേടായി. അതാദ്യം സർവീസിന് കൊണ്ടുകൊടുക്ക. അത് ചെയ്യാതെ ഗോപിയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് കാര്യം എന്താ? നീ വാ മോളെ, വാ. നന്നായി കൂടേടി, വെറുതെ മനുഷ്യന് നാണം കെടുത്താനായിട്ട്. അമ്മേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. നിന്ന നിപ്പിലല്ലേ കാല് മാറിയത്? വേറെ വഴിയില്ലായിരുന്നടി. എല്ലാം ആ ചെക്കൻ വന്ന് പൊളിച്ചില്ലേ? അച്ഛന്റെ മുന്നിൽ നല്ല പേര് സമ്പാദിക്കാൻ നിന്നെ കുറ്റപ്പെടുത്താതെ വേറെ മാർഗമില്ലായിരുന്നു. സോറി. ആ, നീയേ തൽക്കാലം ലാപ്ടോപ്പ് സർവീസിന് കൊടുക്കാൻ നോക്ക്. ആ മോനെ, കുട്ട, നീ എല്ലാവരും പേടിപ്പിച്ചു അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോഴേ മുത്തശ്ശി പറഞ്ഞതല്ലേ അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് നിക്കണമെന്ന്. എന്നിട്ട് ആദ്യം തന്നെ നീ അത് തെറ്റിച്ചു. അത് ഞാൻ ചോദിച്ച പൂ അച്ഛൻ എനിക്ക് പറിച്ചു തരാഞ്ഞിട്ടല്ലേ? എത്ര കഷ്ടപ്പെട്ട് എന്നിട്ട് അത് പറിച്ചെടുത്തേന്ന് അറിയോ? മുത്തശ്ശി അന്ന് പറഞ്ഞില്ലേ ഒരു ഏഞ്ചലിന്റെ കാര്യം? നീ നോക്ക്, ഇത് കണ്ട, എനിക്ക് ആ ഏഞ്ചൽ തന്നതാ. അത് നല്ല രസമുണ്ടല്ലേ? എനിക്ക് ആ പൂ പറിച്ചെന്നത് ഏഞ്ചലാ. ഏഞ്ചലോ? അതേതാ പുതിയൊരു കഥാപാത്രം? അത് മാലാഖയാ. പക്ഷെ മുത്തശ്ശി പറഞ്ഞ പോലെ ചിറകൊന്നുമില്ല, ഒരു പാവ മാലാഖയാ. എന്നാലും എന്റെ മഹാദേവ,
ഇവിടെ ഇങ്ങനൊരു വലിയ സംഭവം നടക്കുമ്പോ നീ എന്നെ വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. ജാനകി സമയത്തിന് തന്നെ എന്നെ വിളിച്ചു. അമ്മ അറിയിക്കാനുള്ള സമയത്ത് തന്നെ ആരായാലും അറിയിച്ചല്ലോ, പിന്നെന്താ? എന്തായാലും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. പരിക്കുകളൊന്നും ഇല്ലാതെ കുട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. വാ. അല്ല ചേട്ടാ, ചേട്ടൻ ഈ ബിസിനസ് ഒക്കെ ഉഴപ്പി ഇവിടെ വന്ന് നിന്നാലേ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ? ടാക്സ് ഫയൽ ചെയ്യേണ്ട സമയമായി. ആ ഓഡിറ്റർ ആണെങ്കിൽ എന്നെ നിന്ന് തിരിയാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഏത് കാര്യത്തിനാ ചിറ്റപ്പനെ ഓഡിറ്റർ ബുദ്ധിമുട്ടിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, നീ വിളിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ഋഷി ഇവിടെ ചില ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുക. ഋഷിയാണെങ്കിൽ ഒരു ഫാം ഹൗസ് റിസോർട്ടൊക്കെ തുടങ്ങാനുള്ള ഐഡിയ ഇല്ല. റിസോർട്ടോ? അത് കൊള്ളാമല്ലോ. എന്നിട്ട് സ്ഥലം വല്ലതും കണ്ടുവച്ചോ? 1-2 പ്ലോട്ട് നോക്കി വെച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് ഒന്നും ആയിട്ടില്ലെന്ന് മാത്രം. ദാറ്റ്സ് ഗുഡ്. ചേട്ടാ, എങ്ങനെയാണ് സിദ്ധുവിന്? വൈദ്യുതി എന്ത് പറഞ്ഞു? ആ, മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ആ ചെല്ലേ. മുത്തശ്ശി, ഞാൻ എന്നാ കളിക്കാൻ പോകട്ടെ. എങ്ങനാ എല്ലാ ദിവസവും ഇവനെ വൈദ്യമടത്തി കൊണ്ടുപോണോ? ഇന്ന് നല്ല ദിവസം ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു. കർക്കിടക മാസമല്ലേ, ഏത് ദിവസം തുടങ്ങിയാലും ചികിത്സയ്ക്ക് ഉത്തമം തന്നെയാ. മനുഷ്യ ശരീരം ഏറ്റവും ദുർബലമാവുന്ന സമയം കർക്കിടകത്തിലാ രോഗാരിഷ്ടതകള്, മരണം പോലും ഉണ്ടാവുന്നത്.